വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ലോഗ്സ്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ട്രഡീഷണൽ ആയിട്ടുണ്ട് അല്ലേ? എന്നാൽ ഞങ്ങൾ എല്ലാവരും ട്വിന്നിങ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അച്ചു അയ്യോ ഞാൻ അപ്പൊ ഇന്ന് ഞങ്ങൾ 4 പേരും ഒരേപോലെ ഇട്ടിട്ട് നമ്മൾ എവിടേക്കാ പോണെന്നല്ലേ. ഇന്ന് നാളെ നമ്മളുടെ ചേനക്കത്തൂർ പൂരാണ്. അപ്പൊ ഞങ്ങൾ 4 പേരും ഒരേപോലെയാണ് അച്ചുട്ടി ഓടുന്നുണ്ട്. 4 പേരും ഒരേപോലെ ഇട്ടിരിക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ഉത്തര ട്രഡീഷണൽ ആയിട്ട് ഇവർ എവിടേക്കാണ് പോകുന്നത്? ഓക്കെ, വാവ ഷൂ ഇട്ടോണ്ടിരിക്കാട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടാളും വേഗം അപ്പൊ ഞങ്ങൾ റെഡിയായി നിൽക്കുവാണ്. വാവക്കുട്ടി ഷൂ ഇടുവാണ്, അച്ഛൻ ഷൂ ഇടുവാണ്. ഞങ്ങൾ രണ്ടാളും ഉള്ളിലുണ്ട്. അവര് ട്വിന്നിങ് അല്ല കേട്ടോ. ഞങ്ങൾ 4 പേരുമാണ് ട്വിന്നിങ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. ഈ തുണിയിൽ 2 ഷർട്ട് അടിക്കാന്നൊക്കെ അപ്പൊ പൊളിയായിരിക്കും. എല്ലാരും അത് പറഞ്ഞിട്ട് നോക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എങ്ങോട്ടാ പോണേന്ന്? അപ്പൊ എങ്ങോട്ടാ മമ്മി? നമ്മളുടെ ഇവിടെ ചെനക്കത്തൂർ പൂരം. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും ചെനക്കത്തൂർ പൂരത്തിന്. കുറെ പേര് എല്ലാവിടുന്നും വരാറുണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പൂരാണ്. അപ്പൊ നമ്മളുടെ അടുത്താണ് പാലപ്പുറത്ത്. അപ്പൊ നാളെയാണ് പൂരം. അപ്പൊ ഞങ്ങള് എല്ലാ വട്ടവും ഞങ്ങള് പൂരം മുളയിട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് തൊഴാൻ മാത്രല്ല അവിടെ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ കൊറോണയുടെ ഇഷ്യൂസ് ഒക്കെ കാരണം കുറെ പരിമിതികളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ അതൊക്കെ പാലിച്ചുകൊണ്ട് പോയിട്ട് തൊഴുതിട്ട് വരച്ചിട്ട് പോവാണ്. ബാക്കി നമ്മൾ അമ്പലത്തിൽ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാൽ നമ്മൾ ഇന്നത്തെ ചിലപ്പോ കോപ്പിറൈറ്റ് ഒക്കെ വരുന്ന സോങ്സ് ഒക്കെ ഉണ്ടാവും. എന്തായാലും ഞങ്ങൾ അവിടെ പോയിട്ടുള്ള ചില കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പൂരൊക്കെ അടിപൊളിയായിരിക്കും. കുറെ വേഷങ്ങളും ഒക്കെ പോകും. കുറെ ദൈവങ്ങളുടെ വേഷങ്ങളും അതേപോലെ ഡ്രമ്മല്ലേ ഡ്രമ്മൊക്കെ കൊണ്ട് ഡ്രം സ്റ്റിക്ക് ഒക്കെ കൊണ്ടിട്ട് നല്ല പാട്ടും മേളൊക്കെ ആയിരിക്കും. സ്മോക്കൊക്കെ കൊണ്ട് പിള്ളേരൊക്കെ നല്ല ചാടി ഡ്രസ് കോഡൊക്കെ വെച്ച് നല്ല ചാടി കുത്തി കളിക്കുകയൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് കൊറോണ ആയതുകൊണ്ട് അതൊന്നും ഇല്ലാന്നാണ് കേട്ട്. അതിന്റെ പിറ്റേ ദിവസം നമ്മൾ അമ്പലത്തിൽ പോവും. കുതിരയിൽ ഇങ്ങനെ പിള്ളേർ പൊക്കി താഴ്ത്തി അങ്ങനെ കുറെ പരിപാടി എത്രയോ 20 സംതിങ് ആനകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഇപ്രാവശ്യം ഉണ്ടാവുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇപ്രാവശ്യം ഒരുപാട് ഇനി ചെനക്കത്തൂർക്കാവിനെ കുറിച്ച് ഇനി ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളത് വഴിയെ പറഞ്ഞുതരാം. ഇപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ടാണ് പോണത്. മാവക്കുട്ടി ഭയങ്കര സീരിയസ് ആണ്. ഞാൻ വാച്ച് ഇട്ടിട്ടില്ല. അപ്പൊ ഇതാ നമ്മള് ചെക്കന്മാര് വന്നിട്ടുണ്ട്. കണ്ണൻ എന്താ ഇത് വാവക്കുട്ടി കണ്ണൻ ഹായ് പറ. ഹലോ ഗയ്സ്, നമ്മളപ്പോ പൂരത്തിന് പോവുകയാണ്. അതെ, പൂരത്തിനല്ല, അമ്പലത്തിൽ തൊഴാൻ. നാളെയാണ് പൂരം. നാളെയാണ് പൂരം. ഫുള്ള് തഗ്ഗടിച്ച് നടക്കണം. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി. അപ്പൊ പോയതാണ് പിരി. കണ്ണവിടെ വാടാ. അതാ നമ്മുടെ കണ്ണപ്പൻ. ഹായ് പറ. അപ്പോ ഞാനും എന്റെ കണ്ണനും മാച്ചാണെന്നാണ് കണ്ണൻ പറയുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് കണ്ണന്റെ ഒരു പച്ചയും കൂടിയും വേണ്ടിയായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഉണ്ണിക്കാൾ ഹൈറ്റ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മള് ചെറുതായിട്ടൊരു കുനിട്ട്, അത്രേ ഉള്ളൂ. അസൂയ. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾക്ക് വേണ്ടിട്ട് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അവരൊക്കെ ഇനി പോവാൻ വൈകിട്ടിരിക്കണം. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അജൂസ് ഇവിടെ വന്നേ. അജൂസിന്റെ ഡ്രസ്സ് നന്നായിട്ടില്ലേ? ഹലോ, ഇതാ ഞാൻ അച്ഛമ്മ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇതുണ്ടോ ഷൂ പോകുന്ന വരെ ഷൂവിന്റെ ലേസ് ഒന്നും ഇട്ടില്ല. പോവാൻ നേരത്തെ ലേസ് ഇട്ട് നിൽക്കണം. എന്നിട്ട് ആരെയും സഹായിക്കാന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഇറങ്ങി കേട്ടോ. നമ്മളിതാ പോവാൻ നിൽക്കുകയാണ്. വാവിച്ചി ഇങ്ങോട്ട് വാ. അപ്പോൾ ഒരു 5:30-6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ തൊഴുതിട്ട് വരാം നമുക്ക് പോയിട്ട്. ഇവിടെ ഇതാണ്ടോ വാവിച്ചി അങ്ങോട്ട് 3 പേര് ഒരുമിച്ച് നിൽക്ക്. അപ്പോ ഐസ്ക്രീം ഒന്നും കഴിക്കില്ല കേട്ടോ. നമ്മൾ അമ്പലത്തിൽ തൊഴാനല്ലേ പോണ, ഐസ്ക്രീം കഴിക്കാനല്ലല്ലോ. ഇവിടെ എന്താ അറിയോ, ഈ അമ്പലങ്ങളിലൊക്കെ പൂരൊക്കെ ഉണ്ടാകുമ്പോ ഒരു ചോക്കോബാർ വരില്ലേ, അത് കഴിക്കാൻ വേണ്ടിട്ട് അവളെ പോകുന്നത്. ഓക്കെ, എന്നിട്ട് അവിടെയൊക്കെ കുറെ ചുറ്റും. പിന്നെ ഐസ്ക്രീം മാത്രമല്ല, അവിടെ ഫുഡ് ഐറ്റംസ് കുറെ ഉണ്ടാവും. ഒന്നും കൊറോണ ആയിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ല കേട്ടോ. കഴിച്ചിട്ട് നമ്മൾ വരും. കൊറോണ അടിച്ച പിന്നെ പോവേ പാടില്ല. അമ്പലദേവിനെ തൊഴണ്ടേ? ഇപ്പോ നമുക്ക് അമ്പലദൈവത്തിന് കാണണ്ടേ? പിടിക്ക് മമ്മി വിളിച്ചു. ചേക്കന്മാരൊക്കെ റെഡി ആയിട്ടുണ്ട്. മാസ്ക് ഉണ്ട് കേട്ടോ.
എനിക്കും ഉണ്ട് കേട്ടോ. എല്ലാം അച്ചുട്ടിക്ക് മാച്ചാണല്ലോ. അപ്പോൾ നമ്മൾക്ക് ബാക്കി വിശേഷങ്ങൾ അമ്പലത്തിൽ ചൂടെടുക്കണം. ബാക്കി വിശേഷങ്ങൾ അമ്പലത്തിൽ നമ്മുടെ ഇവിടെ പൂരമായ ചൂട് കൂടും. അതെ, ഈ മാർച്ച് മാസത്തിലേക്കല്ലേ പൂരം വരണത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. ചെനക്കത്തൂർ പൂരം പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആണ്, ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കൊക്കെ. പക്ഷെ ഇപ്രാവശ്യം വാവ രക്ഷപ്പെട്ടു. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പൂരം എങ്ങനെയായിരുന്നു മറ്റൊന്ന് എന്റെ സ്റ്റാർട്ട് ചെയ്യാൻ ഇന്നാണ് പൂരം. പക്ഷെ വാവക്കുട്ടിക്ക് അങ്ങനെയല്ല, കുറച്ച് സമയം. ഇപ്രാവശ്യം പൂരം നേരത്തെയാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം ഫെബ്രുവരിയിലാണ് വന്നിരിക്കുന്നത്. ഇല്ല എല്ലാ പ്രാവശ്യവും മാർച്ചിലൊക്കെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് വാവക്കുട്ടി രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മളുടെ ഉണ്ണിച്ചക്കൻ റെഡിയായിട്ട് സുന്ദരനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ. അപ്പോൾ ഞങ്ങൾ ഗ്യാങ് എല്ലാവരും റെഡിയാണ് കേട്ടോ. പിന്നെ അനിയൻ്റെ വൈഫും ഉണ്ട് കേട്ടോ, അവളും കുഞ്ഞാവയുണ്ട്. അവരപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അതാ ആ ചെറുക്കന് അപ്പോൾ ശരി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് അങ്ങനെ നമ്മളുടെ ഒറ്റപ്പാലത്തിന്റെ കൊറോണ ഉണ്ട്, തിരക്കൊന്നും ഇല്ലാന്നാ വിചാരിച്ചത്. പക്ഷെ ഭയങ്കര തിരക്കാണ്. നമ്മളുടെ ഒറ്റപ്പാലത്തിന്റെ അഹങ്കാരമായ ചെനക്കത്തൂർക്കാവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ്ടോ നമ്മുടെ ചെനക്കത്തൂർക്കാവ്. ഞാൻ ഉള്ളിലേക്ക് അവിടെ കാണിച്ചു തരാം കേട്ടോ. കൊറോണ കാണിച്ചാലും തിരക്കൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് തൊഴുതിട്ട് വരാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോ ഇവിടെ വേഗം തൊഴുതിട്ട് അങ്ങോട്ട് കറങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ തൊഴുകാൻ വേണ്ടി നിറയെ ക്യൂ ഉണ്ട് കേട്ടോ, വലിയ ക്യൂ തന്നെ ഉണ്ട്. പുള്ളി പോയി തൊഴുതിട്ട്. അപ്പം നമ്മൾ കാവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് പാലപ്പുറം എന്ന സ്ഥലത്താണ് കേട്ടോ നമ്മളുടെ ചെനക്കത്തൂർക്കാവ് ഉള്ളത്. ഇത് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഒന്ന് ഞങ്ങൾ പറയുന്നതാണ്. പിന്നെ ഞങ്ങൾ പൂരത്തിൻ്റെ തലേദിവസം വന്നതുകൊണ്ട് എല്ലാം ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. പിന്നെ ഇവിടെ കോവിഡൊക്കെ ആണെച്ചാലും നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ പൂരത്തിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും പക്ഷെ എന്നാലും നിറച്ച് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും മാസ്കൊക്കെ വെച്ച് അതിൻ്റെ രീതിയിൽ എല്ലാ കാര്യങ്ങളും പാലിച്ച് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾക്കും പേടിയില്ലാതെ പോവാം. പിന്നെ ഇത്രയും തിരക്കിൽ നമ്മൾ ദേവീനെ കാണാനല്ലേ വന്നത്. അപ്പോൾ ദേവി നമ്മളതിനെ രക്ഷിച്ചോളും കോവിഡിൽ നിന്നെല്ലാം. പിന്നെ ഇവിടെ നല്ല ക്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ്. പക്ഷേ ക്യൂ പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ. കാരണം വേഗം കടത്തി വിടുന്നുണ്ട്. ഒരുപാട് നേരമൊന്നും പൂരം സമയത്ത് തൊഴുവാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അവർ പെട്ടെന്ന് നമ്മളതിനെ കടത്തി വിടുന്നതുകൊണ്ട് വേഗം തിരക്കൊഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നിന്നതിൻ്റെ ബാക്കിൽ ഒരുപാട് തിരക്ക് വീണ്ടും വന്നു. പിന്നെ നമ്മളെ ശിവതക്കുട്ടിയൊക്കെ ഉണ്ട് തൊഴാൻ. ഏട്ടനും കണ്ണനും പോണുണ്ട്, ഞങ്ങളെ മൈൻഡ് ചെയ്യാണ്ട്. ശിവദേ ഹായ്. ക്യൂ നീങ്ങി പെട്ടെന്ന് നീങ്ങുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നീങ്ങുന്നുണ്ട്, അതിനനുസരിച്ച് കൂടുന്നുണ്ട്. നമ്മുടെ കുഞ്ഞാവാട്ടോ. ഹായ് പറ. അവള് മാസ്ക് ഇട്ട മാസ്ക് ഒക്കെ ഇട്ടിട്ട് ആള് ഡീസന്റ് ആയിട്ട്. മാസ്കിൽ തൊടല് കുട്ടിയുടെ. ഇവിടെ മാസ്ക് ഒന്നും ഇങ്ങനെ ആക്കാൻ പോലും പറ്റില്ല കേട്ടോ. കാരണം ഇവിടെ ഭയങ്കര കർശനാണ്. മാസ്കിൽ തൊടാനൊന്നും അയക്കണില്ല കേട്ടോ. ആരതാ ക്യൂല് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണി ക്യൂ ഉണ്ടോ? ഞങ്ങൾ നിന്നിട്ട് ബാക്കിൽ ഇത്രയും തിരക്കായിട്ടോ. നമ്മളെ ക്യൂ കഴിഞ്ഞു കേട്ടോ. നമ്മൾക്ക് പോയിട്ട് തൊഴുതിട്ട് വരാം. സ്ഥലത്ത് തൊഴുതിട്ട് വരാം. നമ്മൾ ചെരുപ്പൊക്കെ അവിടെ അയച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അകത്ത് ചെന്ന് തൊഴുതിട്ട് വരാം. വഴിപാട് കഴിക്കുന്ന സ്ഥലമാണ്. നമ്മൾ അമ്പലത്തിനകത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല, നല്ല തിരക്കുണ്ട്. ചെനക്കത്തൂർ ഭഗവതി തെക്കോട്ട് ദർശനം നൽകിയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് താഴേക്കാവാണ്. താഴേക്കാവിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സ്വയംഭൂവാണ്. ശാന്തസ്വരൂപിണിയായ ഭഗവതി സങ്കല്പമാണ് കേട്ടോ താഴേക്കാവിൽ പ്രതിഷ്ഠയായിട്ടുള്ളത്. പിന്നെ ഇവിടെ ഉള്ളത് മേലേക്കാവ്, താഴേക്കാവ്, പിന്നെ വിദ്യാഗണപതിയുടെ പ്രതിഷ്ഠ അതും കൂടെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്, ഈ അമ്പലത്തിലുള്ളത്.
അമ്പലത്തിനകത്ത് നല്ല ക്യൂ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ നല്ല തിരക്കുള്ളതുകൊണ്ട് കുറേ കയറൊക്കെ കെട്ടിയിട്ട് നമ്മൾ ഗുരുവായൂരൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെയാണ് തൊഴാൻ ക്യൂ നിൽക്കുന്നത്. ഇപ്പോഴും ഉണ്ട് തിരക്ക്, എന്നാലും അത്ര ഇല്ല. പിന്നെ എന്താ ഇവിടെ നല്ലൊരു കോളമൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ ചെനക്കത്തൂർ ഭഗവതിയുടെ നല്ലൊരു കോളമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതാ ക്യൂ നിന്നു. ഇനി താഴേക്കാവ് തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ മുകളിലെ കാവിലേക്കാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ താഴേക്കാവിലമ്മയുടെ അവിടെ നടത്തുന്ന ആഘോഷങ്ങൾ കളമ്പാട്ടും പാട്ട് താലപ്പൊലിയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ തൊഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ താഴേക്കാവിലെ അമ്മയുടെ അടുത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പുറത്ത് നല്ലൊരു കോളമൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ ഉണ്ണി നിൽക്കുന്നത് കണ്ടോ, ഇതാ ഉണ്ണി എവിടെ, അതാ നമ്മളുടെ ഉണ്ണി. ഇതാ അവിടെ ഒരു കുളം കണ്ടിട്ട് ഉണ്ണി അവിടെ പോയി നിൽക്കുകയാണ്. ഇവിടെ അടിപൊളി വലിയൊരു കുളം ഉണ്ട് കേട്ടോ, കറക്റ്റ് പച്ച കളർ. താഴത്തേക്കാവ് തൊഴുതിറങ്ങി കേട്ടോ. താഴേക്കാവ് നമ്മൾ തൊഴുതിറങ്ങി. ഇനി നമ്മൾക്ക് മേലേക്കാവിൽ തൊഴാൻ പോകണം. അപ്പുറത്ത് വിദ്യാഗണപതി ഉണ്ട്, അവിടെയും തൊഴുകണം നമുക്ക്. അപ്പൊ നമ്മൾ താഴേക്കാവ് തൊഴുതിറങ്ങി. ഇതാണ്ട് ഇവിടെ അടിപൊളി ഒരു കുളം. താഴേക്കാവ് തൊഴുതിറങ്ങി. അപ്പൊ നല്ലൊരു കുളം ഉണ്ട് അവിടെ. ഇവിടെ ഒരു കുളം ഉണ്ട്, അപ്പൊ ഞങ്ങളത് കാണിച്ചു തരാം. ഇനി അപ്പൊ അവിടെയൊക്കെ തൊഴാൻ പോകണേലോട്ട് നല്ല തിരക്കുണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് ജസ്റ്റ് കുളം കാണിച്ചു തരാ വെച്ചിട്ട് ഇറങ്ങിയതാണ്. കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ക്യാമറയിൽ കാണുമ്പോ കുറച്ച് ചെറുതായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ വലിയ കുളമാണ് കേട്ടോ. ആഴക്കുണ്ട്. ഇവിടെ കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പടവൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട, ഇറങ്ങൊന്നും വേണ്ട. അപ്പം നമ്മൾ താഴേക്കാവിൽ തൊഴുതിറങ്ങി കുളമൊക്കെ കണ്ടു. നമ്മൾ എന്നിട്ട് ഈ സൈഡിൽ കൂടെ തന്നെയാണ് കേട്ടോ മേലേക്കാവിലേക്ക് പോകുന്നത്. നമ്മളിതാ ഈ സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞാൽ നമ്മളുടെ മേലേക്കാവാണ്. മേലേക്കാവിൽ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഉഗ്രരൂപിണിയായ കാളിസങ്കല്പത്തിലെ ഭഗവതിയാണ് കേട്ടോ. പിന്നെ ധാരാശില്പിയായിരുന്ന മേലേക്കാവിലെ വിഗ്രഹം 1954 മീനമാസത്തിലെ മകീര നക്ഷത്രത്തിൽ ശിലാവിഗ്രഹമായിട്ട് പുനഃപ്രതിഷ്ഠിച്ചു കേട്ടോ. പിന്നെ ഉഗ്രമൂർത്തിയും രക്തദാഹിയുമായ കാളി ചൈതന്യമായതിനാലാണ് ദേവി തെക്കോട്ട് ദർശനം നൽകിയിരിക്കുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നെ ചെനക്കത്തൂർ പൂരം ഉൾപ്പെടെ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങളെല്ലാം മേലേക്കാവിലമ്മയുടെ നാമത്തിലാണ് കേട്ടോ നടത്തപ്പെടുന്നത്. പിന്നെ പൂരം തുടങ്ങുമ്പോൾ താഴേക്കാവ് അടച്ചിടുകയും ആഘോഷങ്ങൾ ക്ഷേത്രത്തിനകത്ത് കയറുകയില്ല എന്നതും ചെനക്കത്തൂർ പൂരത്തിന് മാത്രം പ്രത്യേകതയാണ് കേട്ടോ. അപ്പം നമ്മൾ മേലേക്കാവുന്ന ഗണപതിയുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ പുറത്താണ് കേട്ടോ ഗണപതിയുടെ പ്രതിഷ്ഠ ഉള്ളത്. ഗണപതിക്ക് പടിഞ്ഞാറിലേക്കാണ് ദർശനമുള്ളത്. ഗണപതിക്ക് വേണ്ടിയിട്ട് എല്ലാ വർഷവും ആഗസ്റ്റ് 15-ാം തീയതി ആനയൂട്ടും മഹാഗണപതി ഹോമവും നടത്താറുണ്ട് കേട്ടോ. താഴേക്കാവിലെ നമ്പൂതിരിയും മേലേക്കാവിലെ കുളങ്കര നായരാണ് കേട്ടോ ഇവിടെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ ചെനക്കത്തൂർ പൂരത്തിൻ്റെ 10 ദിവസം മുൻപ് പൂരം കൊടിയേറും കേട്ടോ. പൂരമുളയിടൽ എന്നാണ് കേട്ടോ ആ ചടങ്ങിനെ പറയണത്. കൊടിയേറ്റം കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദേശക്കാരും ഒന്നിച്ച് അയ്യോ വിളിക്കും. പൂരം കഴിയണവരെ അങ്ങനെ വിളിക്കണം കേട്ടോ. അതാണ് ഒരു ഐതിഹ്യം. ഞങ്ങള് തൊഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഭയങ്കര തിരക്ക്, നല്ല തിരക്കാട്ടോ. നാളെ പഴയ പൂരം കഴിഞ്ഞാലത്തെ പൂരത്തിന്റെ അത്ര ഇല്ലെച്ചാലും ഏകദേശം നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിനൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അവരൊക്കെ ഫ്രണ്ടിൽ നടന്നു പോവാണ്. എവിടെ പോയാലും എന്നെ ഇട്ടിട്ട് പോകുന്ന അറിയാലോ. ഞങ്ങളങ്ങനെ തൊഴുതൊക്കെ വന്ന് ഇവിടെ ഇറങ്ങിയ സമയത്ത് ഇവിടെ 2 കുട്ടികളെ കണ്ടു കേട്ടോ. അതോ മനസ്സിലായില്ല, പരിചയമൊന്നുമില്ല. ഇതാണ്ടോ 2 ബംഗാളികളാണെന്ന് തോന്നുന്നത്. ബംഗാളികളാണെന്നാ തോന്നണത്. തനിക്ക് കടല വിൽക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. ഞങ്ങളോട് കടല വിറ്റ് തരുമോ ചോദിച്ചു, കടല വാങ്ങിക്കോ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞാൻ വേണ്ട, സമയമായിട്ടില്ലെന്ന് പറഞ്ഞു. മമ്മി മകന് ചന്ദനം തൊട്ട് കൊടുക്കുകയാണ്. പക്ഷെ ചന്ദനം കാണിച്ചാൽ ഒരു തുള്ളി വെള്ളം ഇല്ലാണ്ട്, ഒരു തുള്ളി വെള്ളം, അതെ വരണ്ട് കിടക്കുവാണ്. അച്ചു കുഞ്ഞാവേനെടുത്ത് ശിവദേ മാസ്ക് എവിടെ കുഞ്ഞാവിടെ? മാസ്ക് എവിടെ? അതാ മാസ്ക് ഉണ്ട്. മാസ്ക് തരുമോ? അപ്പൊ ഇവിടെ പടക്കമൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ തന്നെ നിൽക്കുവാട്ടോ. മമ്മി അടുത്തത് എവിടേക്കാ പോണേ? മാസ്ക് അഴിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഇവിടെ ചുറ്റും പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. നമ്മൾ മാസ്ക് അഴിച്ചിരിക്കണം, നമുക്ക് പ്രൊട്ടക്ഷനും വേണം. ആ മാസ്ക് അഴിക്കണ ഗ്യാപ്പിലായിരിക്കും ചിലപ്പോൾ പോലീസുമാർ വന്ന് പൊക്കുക. അത് കാരണം നമ്മൾ മാസ്ക് അഴിക്കുന്നില്ല. ആരും മാസ്ക് അഴിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഇല്ലേലും അതിൻ്റെ അടുത്തോളം ആൾക്കാരുണ്ട്. കണ്ടോ, നമ്മൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം ചുറ്റി കണ്ടിട്ട് വീട്ടിലേക്ക് പോകും, അല്ലാണ്ട് ഇവിടെ നിൽക്കില്ല. ഓക്കെ.
നിയാവയ്ക്ക് ടോയ്സ് ഒക്കെ വാങ്ങിക്കാം. അതെ, ടോയ്സ് ഒക്കെ വാങ്ങിക്കാം. വീഡിയോ വെറുതെ ചുമ്മാ പറഞ്ഞും മിണ്ടിയൊക്കെ ഇരിക്കുക. അപ്പൊ ടോയ്സ് വാങ്ങിക്കാൻ പോവാട്ടോ. ഏട്ടാ പറയുമ്പോലെ എന്താ വാങ്ങിച്ചു തരാ? ഇവിടെ കടലുണ്ട്, കടല വാങ്ങിച്ചു തരാന്ന് ഏട്ടൻ. ഏട്ടൻ പറയാ കടല വാങ്ങിച്ചു തരാ. അച്ചു മമ്മി ഉണ്ണിക്ക് എന്ത് ടോയ വാങ്ങിച്ചു തരാ? ആ അച്ചു നല്ല വൈറ്റ്, ഞങ്ങളെല്ലാവരും വൈറ്റ്. എവിടെ എൻ്റെ കാല് വൈറ്റ് ഷൂ ആട്ടോ ഇട്ടേക്കുന്നത് എല്ലാവരും. മമ്മി ഒഴികെ ബാക്കി എല്ലാവരും വൈറ്റ് ഷൂ ആണ്. മമ്മി ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ശിവതയ്ക്ക്. സൗണ്ടൊക്കെ ഉണ്ടല്ലോ. അവളുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു വെഹിക്കിളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും പൊളി. ഈ ശിവത ഓടിച്ചോടിച്ച് കളിക്കും. ശിവതേ ഇങ്ങോട്ട് നോക്കൂ. ആ ഉണ്ണിക്കോ? വേണ്ട വേണ്ട, എനിക്ക് അങ്ങനത്തെ. മമ്മി എൻ്റെ മേജർ എന്താന്ന് നമുക്കറിയാലോ. എൻ്റെ ഇതെന്താന്ന് മമ്മിക്ക് അറിയാലോ. എന്ത് ഫുഡ്. എനിക്ക് കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട. ഐ നോ നീ ടോയ്സ്. ഇവരിവിടെ ഭയങ്കര ഫോട്ടോസിലാണ്. അപ്പം ഞാൻ മാത്രം പോസ്റ്റ്. എനിക്ക് ഇങ്ങനത്തെ ടോയ്സിനെക്കാട്ടിലും അടിപൊളി ഫുഡാട്ടോ ഇഷ്ടം. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ടേ പോവുള്ളൂ. അപ്പം എന്തായാലും കുറേ ആൾക്കാരുണ്ട്. നമ്മൾ മാസ്ക് താഴ്ത്തുമ്പോഴായിരിക്കും പോലീസുകാർ. ഞാനുണ്ട് ഉണ്ണി. ഞങ്ങള് മാത്രം വേഗം ഐസ്ക്രീം കഴിക്കാൻ പോവാട്ടോ. വേറെ ആദ്യം കൂട്ടിയിട്ടില്ല. ഞങ്ങൾ രണ്ടാളും മാത്രം വേഗം ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. ഞാൻ അങ്ങനെ ചെയ്യും. എന്റെ വാവയിലിട്ടിട്ട് ഇല്ല ഇല്ല, നമ്മുടെ കൈ പൊല്ലിയതാണ്. ഡേഞ്ചറസ്. വെറുതെ പോസ്. നമ്മള് കമ്മല് വാങ്ങിട്ടോ, കമ്മല് വാങ്ങിത്തരാൻ പറയുന്നത്. അവിടെ ഉള്ള കമ്മല് ഇടുന്നില്ല. വാവ വന്നു ഐസ്ക്രീം മേടിച്ചോ? ഐസ്ക്രീം ഒന്നും എനിക്ക് മാത്രം ഐസ്ക്രീം വാങ്ങിച്ചു. കടലൊക്കെ കൊണ്ടുവരട്ടോ, കാണുന്നോന്ന് അറിയില്ല. ഇല്ലച്ച പൂരത്തിൻ്റെ തലേദിവസം വരുമ്പോൾ ഇവിടെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ യന്ത്രൂഞ്ഞാൽ, മരണക്കിണർ, കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ കൊറോണയുടെ ഇഷ്യൂ കാരണം അതൊന്നും ഇല്ല. വരിക, തൊഴുക, പോവുക, അത്രയേ ഉള്ളൂ. പിന്നെ പൂരത്തിൻ്റെ ഈ ചെനക്കത്തൂർ കാവിനെ കുറിച്ചിട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ ഇനിയും കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ ലാഗാകണ്ട വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഉണ്ണി എന്താ പ്രശ്നം? ഒരാൾക്ക് ഐസ്ക്രീം കിട്ടാണ്ട് തെറ്റിപ്പോണ കണ്ടോ? തെറ്റിപ്പോവല്ല, എവിടെയെങ്കിലും ഇരിക്കാൻ വേണ്ടി പോവാം. അപ്പൊ ചേച്ചിക്ക് ഐസ്ക്രീം രണ്ടാളും ഒപ്പം നിൽക്ക്. ഉണ്ണി ഇങ്ങോട്ട് നിൽക്ക്. അച്ചു പൂരപ്പറമ്പിൽ വന്നിട്ട് മൂന്നല്ല 5 ഉണ്ട് അല്ലേ? 5 മക്കളാട്ടോ എനിക്ക്. ഐസ്ക്രീം വണ്ടി കാണുമ്പോ എനിക്ക് സഹിക്കണില്ല കേട്ടോ. ഐസ്ക്രീം വണ്ടി എടുത്തോണ്ട് ഓടാൻ തോന്നുന്നു. കൊച്ചി രാജാവ് എന്ന കുതിരയാണ് ഇപ്പോൾ ക്ഷേത്ര തിരുമുറ്റത്ത് എത്തിയിരിക്കുന്നത്. കൊച്ചി രാജാവാണ് കുതിരയുടെ പേര്. അവരതിൻ്റെ അടുത്ത് പൊക്കില്ല. പൊക്കോ? ഭയങ്കര ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ.
എത്ര പേരാ ഫോണിൽ എടുക്കുന്നു നോക്ക്, കണ്ടോ? ഇപ്പൊ എന്തേലൊക്കെ കാട്ടും പൊക്കത്. കൊച്ചി രാജാവ് കുതിരയുടെ സമീപത്തേക്ക് വരികയാണ്. അവിടെ നിൽക്കുന്നവർ മാറി നിന്നുകൊണ്ട് ഉറപ്പിക്കാൻ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ? ഇപ്പോൾ ക്ഷേത്ര തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് മുതുപ്പോകുന്നതം എന്ന കുതിരയാണ്. തൊട്ടടുത്ത് നിൽക്കുന്നതാണ് കൊച്ചി രാജാവ് എന്ന കുതിര. രണ്ട് കുതിര. മായനൂർ ഇപ്പൊ ഞങ്ങള് തേരപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. നല്ല രസമുണ്ട്, കൊറേ നല്ല രസമുണ്ട് കേട്ടോ. കൊറേ ലൈറ്റ്സും ഒക്കെ ആയിട്ട് ഭയങ്കര രസം. ഇതുവരെ ഇരുന്നിട്ടില്ല, എവിടെയെങ്കിലും കുറച്ചേരം ഇരിക്കണം. ഫുഡ് എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ, കഴിഞ്ഞ കൊല്ലം കണ്ടു ഇവിടെ വന്നപ്പോ. കഴിഞ്ഞ കൊല്ലം കറക്റ്റ് അതേ സ്ഥലത്ത് അതേ മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് കണ്ടു. അതേപോലെ ഇന്നും കണ്ടു. ആന്റീനെ ഡ്രസ് കോഡ് നോക്കി കണ്ടുപിടിച്ചതാ. ആ ഇപ്പൊ ഇല്ലേ ഞങ്ങളെ കാണാണ്ടായ വാവക്കുട്ടി ഞങ്ങളെ ഡ്രസ് കോഡ് കണ്ടിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞങ്ങളൊരു ടിപ്പ് തരാണ്. എല്ലാരും ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾക്ക് മുമ്പ് ഡ്രസ് കോഡ് ഇട്ടു പോവാ, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ ബൈ. മമ്മി അതാ അതെ, രണ്ടും കൂടി അടികൂടുണ്ട്. നടക്ക്. ഐസ്ക്രീം വാങ്ങിച്ചതായോ? മമ്മി ഞങ്ങക്ക് മഞ്ഞുമുട്ടായി വേണം. ഏട്ടാ ഐസ്ക്രീമിന് വേണ്ടി കാതോർത്തിരിക്കുവാണ്. ഹലോ ഏട്ടന് ഐസ്ക്രീം വേണോ? വേണോ? ഏട്ടന് വേണ്ടല്ലോ. ഏട്ടന് വേണ്ടാത്തൊരു ഐസ്ക്രീം. അമ്മ ഐസ്ക്രീം വാങ്ങിക്കുവാണ്. ഐസ്ക്രീം വേണ്ടല്ലോ അമ്മയ്ക്ക്. കോട്ടൺ ക്യാൻഡിയാ? വാവ ഐസ്ക്രീം വാങ്ങിച്ച് ഞങ്ങക്ക് ചോക്കോബാറാട്ടോ ഇഷ്ടം. ഞങ്ങക്ക് ചോക്കോബാർ ഇങ്ങനെ കടിച്ചു കടിച്ച് കഴിക്കാനാണ് ഇഷ്ടം. കോണ വാങ്ങിച്ച് ഞങ്ങള്. ഓ അവൻ വിലയാണ് കഴിക്കണത്, എന്താ ചെയ്യാ. ഞങ്ങൾ ചോക്കോബാർ വാങ്ങിച്ചു കേട്ടോ. അച്ഛൻ ചോക്കോബാർ. അപ്പൊ ഞങ്ങള് ചോക്കോബാറൊക്കെ വാങ്ങിച്ചു. ഉണ്ണി ഇങ്ങോട്ട് വാ. ഈ മമ്മി എങ്ങോട്ടൊന്നും ഞാൻ വഴിതെറ്റിയാലോ? കഴിക്കാൻ സമ്മതിക്കാണ്ട്. വാവേ ഉണ്ണി അവർക്കും മാസ്ക് വെച്ചുകൊടുക്കുക. നമുക്ക് ഈ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനാവും. ഭയങ്കര ഫോട്ടോ എടുക്കലാ. നമുക്കപ്പോ പോവാല്ലേ? അമ്മി മമ്മി 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 എന്താ അവിടെ കാട്ടുന്നു? മമ്മിക്ക് മൈൻഡില്ല. ഞങ്ങൾ അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. വി ഓൾ ആർ ട്വിന്നിങ്. എല്ലാവരും ഇല്ലല്ലോ, 4. ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മളപ്പോ വീട്ടിലേക്ക് പോകാം. അപ്പൊ മമ്മി കമ്മല് നോക്കാൻ പോവാട്ടോ. നമ്മൾ പിന്നെ മമ്മിയുടെ ബാക്കിൽ ആരെ പിടിച്ച്? ചേച്ചി ഏട്ടൻ എനിക്ക് മേടിക്കാൻ തന്നത് കണ്ടില്ലേ? എനിക്ക് എന്ത് വേണേ മേടിച്ചോ, അതിന്റെ ബാക്കി കൊണ്ടുവരണം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ കൊറേ സാധനങ്ങൾ വാങ്ങിച്ച മമ്മിയും ഭാവിയും വരുന്നുണ്ട്. പക്ഷെ ഇതേപോലെ ഒന്നും മമ്മിയുടെ പാവും മമ്മി മറന്നു, ഞങ്ങളെ വഴി തെറ്റി.
എന്തൊക്കെയാ മമ്മി വാങ്ങിച്ച? ഇതന്നെ വാങ്ങിച്ചുള്ളൂ. കൊറേ സമയം ഞങ്ങളൊക്കെ ഇവിടെ പോസ്റ്റ് ആക്കി ഇരിക്കുന്നു കേട്ടോ. മമ്മി കൊറേ നേരമായി പോയിട്ട് എന്നിട്ട് എത്ര മുതൽ സാരി ഉണ്ണിച്ചക്കനും ഉണ്ണി വാവയൊക്കെ പോയിട്ടോ. അവരവനെ കൊണ്ടാക്കാൻ പോയി. ഞങ്ങളിത് അവിടെ ഇരിക്കുകയാണ്. അവണ്ട ഐസ്ക്രീം അവര് പോയപ്പോ അവന് ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തതാണ്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാവും വാവക്കുട്ടി ഇത് കാണിക്കുന്ന കൊല്ല. അപ്പോൾ ഞങ്ങളിവിടെ രണ്ടാളും വെയിറ്റിംഗ് ആണ്. കേക്ക് ഉണ്ടോയെന്ന് അറിയില്ല. മാസ്ക് മാറ്റാൻ പറ്റില്ല. ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട്, പിന്നെ നിറയെ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളിതാ പോയിട്ടില്ല, പോകാനിരിക്കുകയാണ്. ഉണ്ണിച്ചക്കൻ അവരെ കൊണ്ടാക്കാൻ പോയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളെ കൂട്ടാൻ വരും. അതുവരെ വെറുതെ ഇരിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ് പോവാനുണ്ടോ? ഉണ്ണി വേറെ അവരൊക്കെ പോയി. ഞങ്ങളിതാ പോയി. രാത്രി എന്നെ കാണുന്നൊന്നുമില്ല. മാസ്കൊക്കെ ഇട്ടോണ്ടേ യാതൊരു അസ്വസ്ഥതയാണ്. വേഗം മാസ്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ബാക്ക് ക്യാമറ എടുക്ക്. അപ്പൊ നമ്മൾ പോവാണ്. നമ്മളിതാ ഒറ്റപ്പാലം പാലപ്പുറമൊക്കെ കടന്നു. ഇല്ലിച്ച് നാളെ ഇവിടെ വേഷങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളൊരു ഉച്ചയ്ക്കൊക്കെ വന്ന് നിൽക്കും കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അമ്പലത്തേക്കൊന്നും വരികയുണ്ടാവില്ല. മറ്റന്നാൾ രാവിലെ ആയിരിക്കും ഇനി അമ്പലത്തേക്ക് വരികയുണ്ടാവുക. പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ട് കേട്ടോ. ഇല്ലടുണ്ണി? ആ നല്ല തിരക്കുണ്ട് കേട്ടോ. കൊറോണ കാണിച്ചാലും ആൾക്കാർക്കൊന്നും ഒരു പേടിയൊന്നും ഇല്ല. എല്ലാവരും നമ്മളതിനെ ഇപ്പോൾ നമുക്ക് പേടിയുണ്ടോ? നമ്മളും പോയില്ല. അതുപോലെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതാ പൊരി അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ? ഇത് നമ്മളുടെ കയറമ്പാറയിൽ മാത്രമല്ല ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? കാണിച്ചു ആ അയാള് തടുക്കാണ് ഞങ്ങളതിനെ. കോഴി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തടുക്കാട്ടോ. നമ്മൾ വാങ്ങിച്ചില്ല, നമ്മൾ വാങ്ങിക്കാതെ പോവാണ്. പക്ഷെ നൈറ്റ് റൈഡ് നല്ല സുഖമാണ്. പകൽ എവിടേക്കും പോയി അപ്പം തലവേദന വരും. വെയിലില്ല, നമുക്ക് എത്ര ദൂരം നനച്ചാലും പോവാം. ഇതാണ് നമ്മുടെ കയറമ്പാറ. ഇവിടെയും കുറേ പൊരികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ അതൊക്കെ പോടാം. ഇതുണ്ട്, ഇവിടെ ഇതുണ്ട് നമ്മുടെ കയറമ്പാറയിൽ നമ്മളെ പൂരത്തിൻ്റെ ഡെക്കറേഷനൊക്കെ കണ്ടോ? കണ്ടോ? അയ്യോ ഇവൻ കടന്നു പോയി. അയ്യോ ഗൈസ്, ഇവൻ ഇട്ടിട്ടില്ലേ കയറമ്പാറയ്ക്ക് നമ്മളെ വീട്ടിലേക്ക് വഴിക്ക് തിരിയാതെ ഇവൻ ഇങ്ങോട്ട് കടന്നു വന്നു. അവൻ ആ ഫ്ലോയിൽ അങ്ങോട്ട് പോകുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ചു. നേരെ ഒന്നും കൂടെ കാണിച്ചു തരാം. അതൊക്കെ കാണുമ്പോൾ പൂരത്തിൻ്റെ ഒരു ചെറുതായിട്ട് അങ്ങനെ നമ്മളുടെ വീട്ടിലേക്കുള്ള വണ്ടി തിരിച്ചു. അപ്പോൾ ഇതാണ്ട് ഒരു കുഞ്ഞു നായിക്കുട്ടി ഇരിക്കുന്നുണ്ടോ? പാവം ഉണ്ണിച്ചക്കനെ കാത്തിരിക്കുക. അവൻ മൈൻഡ് ചെയ്യാതെ പോയി. അയ്യോ കുട്ടികളെ നീ വീട്ടിലേക്ക് ആക്കിയിട്ട് വരിക ചെയ്തത് അവിടെ നിന്നോ കുറച്ചു നേരം? കയറുപാറ ഇറക്കി വിട്ടേ. പിന്നെ പതിയെ പതിയെ ഗോസ്ലോ പതുക്കെ പതുക്കെ. അയ്യോ അവിടെ ഒരു കൊട്ടാരുണ്ട് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴി. പക്ഷെ ഗൈസ് ഇവിടെ രാത്രി ഒരു 9:30 അതുകൊണ്ട് ആരുമില്ല. 10 മണിയായി, അതുകൊണ്ട് ആരും റോഡിലില്ല. ബാക്കിൽ വണ്ടി ഉണ്ട് ഉണ്ണിച്ചക്ക. പതുക്കെ റോഡൊക്കെ നല്ല കുണ്ടും കുഴിയൊക്കെ ആയതുകൊണ്ട് പിന്നെ നല്ല സുഖമുണ്ട് യാത്ര. നമ്മളുടെ വീട്ടിലേക്ക് ഒരു ടേൺ ആണ് വരുന്നത്. ഉണ്ണിച്ചക്ക ബാക്കിൽ വണ്ടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്നൊരു ടേൺ ആണ്. ഇവിടെ നിന്ന് ലൈറ്റ് പോലും ഇല്ല. ലൈറ്റ് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇന്ന് ലൈറ്റ് ഇല്ല. എന്താന്ന് എനിക്കറിയില്ല. നമ്മൾ നമ്മുടെ വീടെത്തി പോയി. വിജനമായ വഴിയിലൂടെ റൈറ്റ് 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 കട്ട്. നമ്മളെ വീടെത്തി. നമ്മളെ വീട് ലെഫ്റ്റ് ഇല്ലടാ. എടാ പോട്ടാ റൈറ്റ്. ഇവന് ലെഫ്റ്റ് റൈറ്റും അറിയില്ലെന്നേ. ഇത് നമ്മുടെ വീടെത്തി. നമ്മുടെ വീടെത്തി. നമ്മുടെ വീടെത്തി. നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് കേട്ടോ? അതാ അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും.
നമ്മുടെ വീടെത്തി. അപ്പൊ നമ്മള് അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ. ഞങ്ങൾ ഇവരൊക്കെ വന്നു, കുളിയൊക്കെ കഴിഞ്ഞു. ഇതാണ്ടോ ഒരാള്. അപ്പോൾ നമ്മൾ വന്നു ഞാൻ കുളി കഴിഞ്ഞിട്ടില്ല, ഞാൻ സെക്കൻഡാ വന്നത്. അതുകൊണ്ട് ഇതാണ്ടോ ഇവിടെ ഒരാള്. എന്താ ഉണ്ണി കഴിക്കണം? അയ്യോ അത് കഴിഞ്ഞു. അവള് കേക്ക് കഴിക്കായിരുന്നു. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിക്കായിരുന്നു. ഇവിടെ കണ്ണന്റെ അമ്മമ്മയുടെ ബർത്ത്ഡേക്ക് ഇവര് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് കേക്ക് കൊടുത്താച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരത് കഴിക്കുകയാണ്. എണീറ്റ് വാ ഉണ്ണി ഇങ്ങോട്ട്. ഞാനിതാ വന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഹെയറൊക്കെ അഴിച്ചു. അപ്പോഴാണ് വൈൻഡപ്പ് ചെയ്തില്ല എന്നുള്ള ഓർമ്മ വന്നത്. ഇവിടെ എന്റെ ചുറ്റും ഇരിക്കുന്നുണ്ട് ഓരോന്ന്, എന്നിട്ട് ഓരോന്ന് കാണിച്ചോണ്ടിരിക്കുക. ഇവരൊന്നും കുളിച്ചിട്ടില്ല, എന്നിട്ട് എന്റെ കേക്കിൽ കയറ്റു വന്ന് ഡാൻസ് കളിച്ചിട്ട് പോവാട്ടോ. ഉണ്ണിച്ചേക്കൻ വന്ന് ഡാൻസ് കളിച്ചിട്ട് പോവാം. പിടിക്ക്, കൈ കടിയണം. ഉണ്ണിന്ന് പിടിക്ക്. ഞങ്ങളൊന്നും തൊഴിലാണ്. ഞാൻ കുളിച്ചതാണ് കേട്ടോ. കുളിച്ച് ഞാൻ ഒന്ന് ഫ്രഷ് ആയത്. മമ്മി എന്നിട്ട് എന്നെ ഉമ്മ വയ്ക്കാൻ വരും. അങ്ങനെ എല്ലാം അടിച്ചു ചുറ്റിക്കറങ്ങി നിന്ന് മമ്മിയുടെ ഉമ്മ വേണം. മമ്മിക്ക് ഇപ്പൊ സ്നേഹം. ഞാൻ മമ്മിയെക്കാട്ടിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൊറോണക്കാണ് ഇപ്പൊ അവൾക്ക് എന്റെ ഉമ്മ ഉണ്ടത്. ഞാൻ എന്റെ വാവക്കുട്ടിക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചിട്ട് വന്നാട്ടോ. വാവക്കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിക്ക് മമ്മി, വാവക്കുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ നമ്മളുടെ ചെനക്കത്തൂർ പൂരം നിങ്ങൾ എല്ലാരും കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ച് ലൈക്ക് അടിക്കുക. ഇന്ന് പൂരല്ല, നാളെയാണ് പൂരം. പക്ഷെ ഇന്ന് പൂരത്തിന്റെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കൊറേ നമ്മളില്ലേ കുറച്ചും ഇങ്ങോട്ട് പിടിക്കും. ഇന്ന് നമ്മള് കുതിരേനെ കണ്ടു കേട്ടോ. എന്താ കൊച്ചിരാജാവ് എന്നാണ് കുതിരയുടെ പേര്. സത്യത്തില് അവിടെ അനൗൺസ് ചെയ്യുന്ന കണ്ടു. ഇപ്പൊ പൂരപ്പറമ്പിലേക്ക് കൊച്ചിരാജാവിനെ കൊണ്ടുവരുന്നതാണെന്ന് കൊണ്ട് അനൗൺസ് ചെയ്യുന്ന കണ്ടു. പിന്നെ എന്താ കളപ്പുരയ്ക്കൽ ചന്തു ആണോ? കളപ്പുരയ്ക്കൽ പറഞ്ഞിട്ട് അടുത്തൊരു കുതിരയും കൊണ്ട്. പക്ഷെ നിറച്ച് കുതിരയൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഈ രണ്ടെണ്ണേ ഉള്ളു തോന്നുന്നു. അറിഞ്ഞൂടാ. രണ്ടെണ്ണല്ല, ഇനി നാളല്ലേ കൊണ്ടുവരിക. അപ്പൊ ഇനി നാളേക്ക് ആയിരിക്കും കൊണ്ടുവരിക. എന്നിട്ട് വാവക്കുട്ടി ഇവിടെ പറഞ്ഞിരിക്കാൻ നിക്ക്. അവിടെ കുതിരകളിയൊക്കെ കണ്ടു. നാളെയാണ് കുതിരകളി ഉണ്ടാവുക എന്നല്ല, അത് വാവക്കുട്ടി. അതേപോലെ ഇനി നാളെ നമ്മള് ചിക്കനൊക്കെ മേടിക്കും. ചിക്കനൊക്കെ മേടിച്ച് നല്ല അടിപൊളിയായിട്ട് മമ്മി കുക്കൊക്കെ ചെയ്തു തരും കേട്ടോ. ചിക്കൻ മേടിക്കണം നാളെ. നാളെ നല്ല അടിപൊളി ചിക്കൻ കറി, മട്ടൻ കറി. ഈ ഒരു പരിസരത്തിലുള്ള എല്ലാവരുടെ വീട്ടിലും നാളെ ചിക്കൻ ആയിരിക്കും. ഈ ഒരു പരിസരത്തിലെ പൂരം കൊണ്ടാടുന്ന എല്ലാവരുടെ വീട്ടിലും. ഏത് വീട്ടിൽ പോയാലും വെറൈറ്റി ചിക്കൻ കറി കഴിക്കാം നാളെ. മട്ടൻ കറി, ബീഫ് ഒക്കെ ഉണ്ടാവും. പിന്നെ അതുമല്ല നമ്മുടെ തട്ടകമാണ് ചെനക്കത്തൂർ പൂരം. നമ്മുടെ തട്ടകത്തെ പൂരാണ്. അപ്പൊ അതുകൊണ്ട് ദേവി നമ്മളെയൊക്കെ ഒരുപാട് അനുഗ്രഹിക്കുന്നു, നമുക്ക് വിശ്വസിക്കാം. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവര് ബൈ.